അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളായ ആളുകൾക്ക് മാതൃകയാണ്. ഖുർആനിൽ അല്ലാഹു അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. എവിടെയാണ് പ്രവാചക തിരുമേനി നമുക്ക് മാതൃകയാകുന്നത്? ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃക കാണിച്ചിട്ടുണ്ട്. വിശ്വാസരംഗത്താകട്ടെ, കർമ്മരംഗത്താവട്ടെ, സ്വഭാവരംഗത്താകട്ടെ, എല്ലാ മേഖലകളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃകയാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചക തിരുമേനിയുടെ പള്ളി അടിച്ചുവാരിയിരുന്ന ഒരു സ്ത്രീ, ഹദീസിൻ്റെ പ്രയോഗത്തിൽ അന്ന ഇംറഅത്തൻ സൗദ, ഒരു കറുത്ത സ്ത്രീ എന്നാണ് പറയുന്നത്. അവർ പ്രവാചക തിരുമേനിയുടെ പള്ളി വൃത്തിയാക്കിയിരുന്ന സ്ത്രീയാണ്. അവർ മരണപ്പെട്ടു. സ്വഹാബികൾ അവരുടെ മയ്യത്ത് മറമാടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹദിയെ കാണാതെയായപ്പോൾ ചോദിക്കുന്നുണ്ട്, അവരെവിടെയാണ്? അപ്പോൾ പറയപ്പെട്ടു ഫഖാലു, അവർ പറഞ്ഞു മാത്ത നബി, അവർ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഫല ആദൻതുമൂനി ബിഹി ദുല്ലൂനി അലാ ഖബരി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വിവരം നിങ്ങൾ എന്തേ എന്നെ അറിയിക്കാഞ്ഞത്? അതേപോലെ തന്നെ അവരുടെ ഖബറൊന്ന് കാണിച്ചു തരൂ. അങ്ങനെ സ്വഹാബികൾ ആ ഖബർ കാണിച്ചു കൊടുത്തപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി നമസ്കരിച്ചു എന്നാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നന്മ ചെയ്യാൻ ഒരവസരം ലഭിച്ചപ്പോൾ ആ അവസരത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ നന്മകൾ പ്രവർത്തിക്കാൻ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളെയും ഉപയോഗിച്ച് നമുക്ക് മാതൃക കാണിച്ചിട്ടുണ്ട്. പ്രവാചക തിരുമേനി പറയുന്നുണ്ട്, ലോകം അവസാനിക്കുന്ന സമയം, ലോകം അവസാനിക്കുന്ന സമയത്ത് നിങ്ങൾ ഉണ്ട് എങ്കിൽ വഫി യദി അഹദികും ഫസീല, നിങ്ങളിൽ ലോകം അവസാനിക്കുന്ന സമയത്ത് ഒരാളുടെ കയ്യിൽ ഒരു ചെടിയുണ്ട് എന്ന് വിചാരിക്കൂ. നട്ടു വളർത്തേണ്ട നടേണ്ട ഒരു ചെടിയുണ്ട് എങ്കിൽ സാധിക്കുന്ന ആളുകൾ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ കാണുന്ന ആ സമയത്തും ആ ചെടി നടണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എത്ര ഗൗരവമാണ് പ്രവാചകൻ്റെ അധ്യാപനം! നന്മകളിൽ എത്രമാത്രം താല്പര്യം കാണിക്കണമെന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരെങ്കിലും വല്ലതും ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒന്നുമില്ല എന്ന് പറയാറില്ല. എന്തെങ്കിലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് കൊടുക്കുമായിരുന്നു. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രികാലങ്ങളിൽ കാലിൽ നീരുകെട്ടുവോളം നമസ്കരിച്ചുവെന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചക തിരുമേനിയാണ് വിളിച്ചു പറയുന്നത്, അല്ലയോ സ്ത്രീകളെ, യ നിസാ അൽ മുസ്ലിമാത്ത്, അല്ലയോ മുസ്ലിം സ്ത്രീകളെ, നിങ്ങളുടെ അയൽവാസിനികളായ വീട്ടിലുള്ള ആളുകൾക്ക് നിങ്ങൾ കറിയുണ്ടാക്കുമ്പോൾ അതിൽ വെള്ളം ചേർത്തിട്ടെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് നിങ്ങൾ നൽകണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ കുമ്പിടുകയും സാഷ്ടാംഗം ചെയ്യുകയും നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുക, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. നന്മ പ്രവർത്തിക്കുന്നവർക്കാണ് വിജയമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നന്മ പ്രവർത്തിക്കുന്ന മേഖലകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അത്ഭുതകരമായ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എവിടെയെല്ലാം നന്മകൾ ചെയ്യാൻ അവസരം ലഭിക്കുമോ ആ സന്ദർഭങ്ങളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തണം. നബിയോട് വന്നൊരാൾ ചോദിക്കുന്നുണ്ട്, അന്ന റജുലൻ സഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ ഇസ്ലാമി ഖൈറുൻ, നബിയെ, ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ഏതാണ്, നല്ല കാര്യം ഏതാണ്? പ്രവാചകൻ പറഞ്ഞു, തുത്ഇമു ത്വആമ വതഖറഉ സലാമ അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, അതേപോലെ തന്നെ അറിയുന്നവർക്കും അറിയാത്തവർക്കുമൊക്കെ സലാം പറയുക. ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നന്മകളാണ്. ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറത്തിൻ, ഒരു കാരക്ക ചീളുകൊണ്ടെങ്കിലും നരകാഗ്നിയെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന അധ്യാപനം നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ മാതൃക കാണിച്ച നന്മയിൽ മുന്നേറുക എന്ന മേഖലയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നന്മകൾ പ്രവർത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ. Tune to reality.